ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖത്തറിലെ ലുസൈൽ സിറ്റിയിലുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമ്മളെ വേൾഡ് കപ്പ് ഫൈനൽസ് ഒക്കെ നടന്ന സമയത്ത് മെസ്സി കപ്പൊക്കെ പിടിച്ചിട്ട് ഈ സ്ട്രീറ്റിലൂടെയാണ് ടോപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ദൂരെ 4 പില്ലേഴ്സ് ഇങ്ങനെ പോലത്തെ ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ, ആ ബിൽഡിങ് ലക്ഷ്യാക്കിയിട്ടാട്ടോ നമ്മൾ പോണത്. അതിന്റെ അടുത്തുനിന്ന് കാണാൻ നല്ല പൊളിയാണ് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രീറ്റിൽ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഇവിടെ ഖത്തറിൽ മൊത്തത്തില് ഇങ്ങനെ രാത്രി ആയാലും ഭയങ്കര ലൈറ്റ് കൊണ്ട് നല്ല വൈബ് തന്നെയാണ്. പക്ഷെ ഈ സ്ട്രീറ്റിൽ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. കുട്ടികളെ മാത്രല്ല കേട്ടോ, വലിയവർക്കും എന്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബോറടിപ്പിക്കാത്ത രീതിയിൽ ഫുള്ളും സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഡിലൊക്കെ സ്ട്രീറ്റിലായാലും കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഒരുപാട് കളികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാലേ നമ്മള് പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഈദിന് ഖത്തറിൽ ഒരുപാട് സ്ഥലത്തൊക്കെ ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ലുസൈലിലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷേ നമ്മളെ ഭാഗ്യം കൊണ്ട് അന്നവിടെ ഫയർ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പിന്നെ പിറ്റേന്ന് നമ്മൾ സൂക്കിൽ പോയിട്ടാണ് കേട്ടോ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ പെരുന്നാളാകുമ്പോൾ ഒരു 3-4 ദിവസമല്ല, ഒരാഴ്ചയോളം ഇവിടെ മൊത്തത്തിൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആഘോഷങ്ങളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ സൈക്കിൾ യജ്ഞം പോലെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള എവിടെ നിന്നൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുള്ള കുറേ കലാകാരന്മാരാണ് കേട്ടോ. അപ്പം അവർ എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ അതൊക്കെ കാണാനും ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് നല്ല രസം. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കിയിരുന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും മക്കളും അങ്ങനെ നമ്മളെല്ലാവരും കൂടി കേട്ടോ പോയത്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ലായിരുന്നു. പിന്നെ ഓളെ ഇഷ്ടപ്പെട്ട ഐറ്റം വന്നിട്ടോ. കുറച്ച് ബബിൾസ് ഒക്കെ എടുത്തിട്ട് കുറെ ജോക്കേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ബബിൾസ് കൊണ്ടൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും ബോറടിക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം ഫയർ വർക്ക് നടക്കുന്നത് നമ്മളെ കണ്ട ആ പില്ലേഴ്സിന്റെ ആ ഏരിയയിലേക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അവിടേക്ക് നടന്നിങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മെല്ലെ പോന്നു. പിന്നെ ഈ ലുസൈൽ സിറ്റിന്റെ അകത്ത് കൂടെ പോകാൻ വേണ്ടിയിട്ട് തന്നെ മെട്രോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കയറിയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ മൊത്തം കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഇറങ്ങി വേണ്ട പോലെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മൾ കയറിയിട്ടൊന്നുമില്ല, കുട്ടികൾക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ കാണുന്ന ആ 4 ബിൽഡിങ്ങിന്റെ ഏറ്റവും സെന്ററിൽ പോയിട്ട് ആ സെന്ററിലൊരു ഷാർക്കിന്റെ ഒക്കെ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും പിന്നെ ആ താഴത്തുനിന്ന് ആ ബിൽഡിങ് കാണുമ്പം അതിന്റെ ഒരു ഫീൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ ലുസൈൽ ബോളിവാർഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ കൂണ് മുളച്ച പോലെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് സംഭവം വെയിലും മഴയൊന്നും കൊള്ളാതെ നമുക്ക് നടന്നു പോകാനും നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള സെറ്റബിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പിന്റെ മുകളിലൊക്കെ നമുക്ക് കയറിയിരിക്കാം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ്സ് ഒക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.